വിളപ്പിൽശാല സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ശ്വാസതടസ്സത്തെ തുടർന്ന് ചികിത്സ തേടിയെത്തിയ ബിസ്മിർ എന്ന യുവാവ് മരണപ്പെട്ട സംഭവം കേരള നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ പോരിന് വഴിയൊരുക്കി. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയും ആശുപത്രികളിലെ കെടുകാര്യസ്ഥതയും ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. PC വിഷ്ണുനാഥ് MLA ആണ് സഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചത്. സംസ്ഥാനത്തെ ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണെന്നും ഓരോ ദിവസവും നിഷ്കളങ്കരായ മനുഷ്യർ സിസ്റ്റത്തിന്റെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും വിഷ്ണുനാഥ് ആരോപിച്ചു. വിളപ്പിൽശാലയിലെ ആശുപത്രിയിൽ നടന്ന മനുഷ്യത്വരഹിതമായ നടപടികളാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബിസ്മിറിന് ശ്വാസതടസ്സം നേരിട്ടപ്പോൾ ഭാര്യ അദ്ദേഹത്തെ ഏറ്റവും അടുത്തുള്ള വിളപ്പിൽശാല ആശുപത്രിയിലാണ് എത്തിച്ചത്. എന്നാൽ അവിടെ എത്തുമ്പോൾ ആശുപത്രിയുടെ പ്രധാന ഗ്രില്ല് 3 പൂട്ടിയ നിലയിലായിരുന്നു. അടിയന്തര ചികിത്സ തേടിയെത്തിയ ഒരാൾക്ക് മുന്നിൽ ആശുപത്രി വാതിലുകൾ അടച്ചിടുന്നത് എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വിഷ്ണുനാഥ് ചോദിച്ചു. തനിക്ക് 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടെന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും ബിസ്മിർ കരഞ്ഞു പറഞ്ഞത് ആരും കേട്ടില്ല. ആശുപത്രി ഗില്ലുകൾ പൂട്ടിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പട്ടി വരുമെന്നതും സ്ത്രീ ജീവനക്കാർക്ക് സുരക്ഷ വേണമെന്നുമാണ് ഡോക്ടർ മറുപടി നൽകിയത്. സുരക്ഷയ്ക്ക് ഒരു സെക്യൂരിറ്റിയെ വെക്കുന്നതിന് പകരം ആശുപത്രി തന്നെ പൂട്ടിയിടുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷം പറഞ്ഞു. ബിസ്മിറിന്റെ കുടുംബവുമായി താൻ സംസാരിച്ചുവെന്ന് വിഷ്ണുനാഥ് വെളിപ്പെടുത്തി. എന്നാൽ മരണം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും ആരോഗ്യ വകുപ്പിന്റെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ആ കുടുംബത്തെ ബന്ധപ്പെട്ടിട്ടില്ല. പരാതിക്കാരുടെ മൊഴിയെടുക്കാതെ എന്ത് റിപ്പോർട്ടാണ് ആരോഗ്യ വകുപ്പ് തയ്യാറാക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു.